നമ്മളിന്ന് 10-ാം ശതകത്തിലേക്ക് കടക്കുകയാണ്. 898 മുതൽ 933 വരെയുള്ള നാമങ്ങളാണ് ഇന്ന് മനസ്സിലാക്കുവാൻ പോകുന്നത്. ശ്ലോകങ്ങൾ 167 മുതൽ 172 വരെ. 167-ാം ശ്ലോകം. വീരഗോഷ്ഠിപ്രിയാ വീര നൈഷ്കർമ്മ്യ നാദരൂപിണി വിജ്ഞാനകലനാ കല്യ വിദഗ്ധ ബൈന്ദവാസന. വീരഗോഷ്ഠി പ്രിയ. ഗോഷ്ഠി എന്നതിന് സഭ എന്ന അർത്ഥം പറയുന്നു. അതുകൊണ്ട് ഈ നാമം ദേവിയെ വീരന്മാരുടെ സഭകൾ ഇഷ്ടപ്പെടുന്നവളെന്ന് വിശേഷിപ്പിക്കുന്നു. അവരുടെ സഭകളിൽ സന്നിഹിതയായി അവർക്ക് വേണ്ടത് മനസ്സിലുദിപ്പിക്കുന്നു ദേവിയെന്ന് പറയുന്നു. വീര, വീര്യമുള്ളവളെന്നും വീരനായ പുത്രനും പതിയുമുള്ളവളെന്നുമൊക്കെ ഈ നാമത്തിന് അർത്ഥം കാണുന്നു. നൈഷ്കർമ്മ്യ, കർമ്മബന്ധങ്ങളൊന്നുമില്ലാത്തവളാണ് ദേവിയെന്ന് ഈ നാമം ദേവിയെ വിശേഷിപ്പിക്കുന്നു. ഇതോടെ ദേവിയുടെ 900 നാമങ്ങൾ കഴിഞ്ഞു. നമ്മൾ 10-ാം ശതകത്തിലേക്ക് കടക്കുകയാണ്. നാദരൂപിണി. ദേവിയെ നാദബ്രഹ്മസ്വരൂപിണി എന്നാണ് ഈ നാമത്തിൽ വിശേഷിപ്പിക്കുന്നത്. വിജ്ഞാനകലന. കലനം ചെയ്യുക എന്നാൽ സാക്ഷാത്കരിക്കുക എന്നാണ് അർത്ഥം പറയുന്നത്. വിജ്ഞാനത്തെ ബ്രഹ്മാനുഭൂതിയായും പറയുന്നു. ബ്രഹ്മസ്വരൂപിണിയായ ദേവി തൻ്റെ ഉപാസകന്മാർക്ക് ബ്രഹ്മ സാക്ഷാത്കാരം നൽകുന്നുവെന്ന് അർത്ഥമാക്കുന്നതാണ് ഈ നാമം. കല്യ. സരസ്വതിയുടെ രൂപത്തിൽ എല്ലാ കലകൾക്കും അധിഷ്ഠാത്രിയായി സ്ഥിതി ചെയ്യുന്ന ദേവിയെ ഈ നാമത്തിൽ എല്ലാ കലകളിലും നൈപുണ്യമുള്ളവളെന്ന് വിശേഷിപ്പിക്കുന്നു. വിദഗ്ധ. വൈദഗ്ധ്യം, സാമർഥ്യം എന്നിവയുള്ളവളാണ് ദേവിയെന്ന് ഇവിടെ പറയുന്നു. ഏതൊരു ജീവിക്കും പ്രവൃത്തിയിലുള്ള വൈദഗ്ധ്യം ദേവീ കടാക്ഷത്താലാണ് ലഭിക്കുന്നതെന്ന് അർത്ഥമാക്കുന്നു. ബൈന്ദവാസന. ബൈന്ദവം എന്നാൽ ബിന്ദുക്കളെ സംബന്ധിച്ചത് എന്നർത്ഥം. ദേവിയെ ഇവിടെ ബൈന്ദവത്തിൽ, അതായത് ബിന്ദുക്കളിൽ സ്ഥിതി ചെയ്യുന്നവളെന്നാണ് വിശേഷിപ്പിക്കുന്നത്. ബൈന്ദവത്തിന് ശ്രീചക്രത്തിൽ ബിന്ദുവിനെ സംബന്ധിച്ച ചക്രമെന്ന് വ്യാഖ്യാനിക്കാമത്രേ. അപ്പോൾ സർവാനന്ദമയ ചക്രമെന്ന് അർത്ഥം വരുന്നു. കേന്ദ്ര ത്രികോണമായ ഈ ചക്രത്തിൽ ബിന്ദുരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവളാണ് ദേവിയെന്ന് പറയുന്നു. 168-ാം ശ്ലോകം. തത്വാധിക തത്വമയി തത്വമർത്ഥസ്വരൂപിണി സാമഗാനപ്രിയ സൗമ്യ സദാശിവ കുടുംബിനി. തത്വാധിക. തത്വങ്ങൾക്കും അധികമായവളാണ് ദേവി എന്ന് പറയുന്നു. ലോകങ്ങളെല്ലാം തത്വങ്ങളാൽ രൂപപ്പെട്ടവയാണ്. അവ പ്രളയകാലം വരെ നിലനിന്ന് പ്രളയം വരുമ്പോൾ ദേവിയിൽ ലയിച്ചു ചേരുന്നു. ദേവിയെ പക്ഷേ തത്വങ്ങൾ ബാധിക്കുന്നില്ല. അവയ്ക്കും അതീതമാണ് ദേവി. തത്വമയി. തത്വങ്ങളുടെ രൂപത്തിലുള്ളവളാണ് ദേവി എന്ന് പറയുന്നു. 425, 426, 427 നാമങ്ങളിലും നമ്മൾ തത്വമയി എന്ന് കണ്ടിരുന്നു. പക്ഷേ അത് തത്, ത്വം, ഐ എന്ന് 3ആയിട്ടാണ് പറഞ്ഞിരുന്നത്. ഇവിടെ തത്വമയി ഒറ്റ നാമമായിട്ടാണ് പറയുന്നത്. ദേവി സച്ചിദാനന്ദ രൂപിണിയാണ് എന്ന് നാം മനസ്സിലാക്കിയതാണ്. സത്ത് എന്നത് ആത്മതത്വവും ചിത്ത് എന്നത് വിദ്യാതത്വവും ആനന്ദം എന്നത് ശിവതത്വവുമാണ്. ഈ തത്വങ്ങളെല്ലാം ദേവിയിൽ പൂർണ്ണമായി ഉണ്ട്. തത്വമർത്ഥസ്വരൂപിണി. തത്, ത്വം എന്ന പദങ്ങളുടെ അർത്ഥമായ സ്വരൂപത്തോടു കൂടിയവളാണ് ദേവി എന്ന് പറയുന്നു. തത്വമസി എന്ന മഹാവാക്യത്തിൻ്റെ അർത്ഥം ദേവീരൂപം തന്നെയാണ്. തത് എന്നാൽ ശിവൻ, ത്വം എന്നാൽ ജീവനുകൾ. ഇവ രണ്ടും ദേവീ സ്വരൂപം തന്നെയാണ്. സാമഗാനപ്രിയ. സാമഗാനം ഇഷ്ടപ്പെടുന്നവളാണ് ദേവി എന്ന് പറയുന്നു. സാമഗായകരെ പ്രാണനെപ്പോലെ സ്നേഹിക്കുന്നവളെന്നും അർത്ഥം പറയുന്നു. യാഗങ്ങളിൽ ഹവിർഭാഗം, അതായത് ഹവിസ് സ്വീകരിക്കുവാൻ ആഗതരാകുന്ന ദേവന്മാരുടെ വൈഭവങ്ങളെ മന്ത്രങ്ങളുടെ സ്വരങ്ങളാൽ ഗാനങ്ങളാക്കിയിരിക്കുന്നവയാണ് സാമവേദം. അതുകൊണ്ട് യാഗങ്ങൾ നടത്തുമ്പോൾ സാമഗാനം അനിവാര്യമാണ്. ദേവിയെ നമ്മൾ യജ്ഞരൂപ, യജ്ഞപ്രിയ, യജ്ഞകർത്തി എന്നൊക്കെ വിശേഷിപ്പിച്ചുവല്ലോ. യജ്ഞസമയത്തുള്ള സാമഗാനത്തെ ദേവി വളരെ ഇഷ്ടപ്പെടുന്നു. സൗമ്യ. സൗമ്യ എന്നും പറയാം. ശാന്തശീല, സോമയാഗം അർഹിക്കുന്നവൾ, ശിവൻ തൻ്റെ അവയവമായിട്ടുള്ളവൾ, കുളിർമ നൽകുന്നവൾ എന്നൊക്കെ അർത്ഥം ഈ നാമത്തിന് കാണാം. ഈ നാമം സൗമ്യ എന്നും പറയാറുണ്ട്. സൗമ്യ എന്നായാലും സൗമ്യ എന്നായാലും ശാന്തശീല എന്നർത്ഥം വരുന്നതിനാൽ രണ്ടു രീതിയിൽ പറഞ്ഞാലും തെറ്റില്ല. സോമൻ എന്നാൽ ചന്ദ്രൻ, അപ്പോൾ സൗമ്യ എന്നാൽ ചന്ദ്രനെ പോലെയുള്ളവൾ എന്നും പറയാം. സോമൻ എന്നാൽ ഉമയോട് കൂടിയ ശിവൻ എന്നാണ് അർത്ഥം. അപ്പോൾ ദേവി ശിവശക്തി ഐക്യസ്വരൂപിണിയാണ്. സദാശിവ കുടുംബിനി. സദാശിവൻ്റെ, അതായത് ശിവൻ്റെ കുടുംബിനി, പത്നി ആണ് ദേവി എന്ന് ഒരിക്കൽ കൂടി പറയുന്നു. 169-ാം ശ്ലോകം. സവ്യാപസവ്യമാർഗസ്ഥ സർവാപദ്വിനിവാരിണി സ്വസ്ഥ സ്വഭാവമധുര ധീര ധീരസമർച്ചിത. സവ്യാപസവ്യമാർഗസ്ഥ. സവ്യം, അപസവ്യം, മാർഗം എന്നിവയിൽ സ്ഥിതി ചെയ്യുന്നവളാണ് ദേവി എന്ന് അർത്ഥം പറയുന്നു.
സവ്യമെന്നാൽ ഉത്തരം, അതായത് വടക്ക്. അപസവ്യമെന്നാൽ ദക്ഷിണം, അതായത് തെക്ക്. മാർഗം എന്നതുകൊണ്ട് മധ്യം എന്ന് ഇവിടെ അർത്ഥമെടുക്കുന്നു. സവിതൃമണ്ഡലത്തിൽ, അതായത് സൂര്യമണ്ഡലത്തിൽ 3 മാർഗങ്ങളുള്ളതായി പറയുന്നു. ഉത്തരമാർഗം നിവൃത്തിമാർഗമെന്നും ദക്ഷിണമാർഗം പ്രവൃത്തിമാർഗമെന്നും മധ്യമാർഗം മുക്തിമാർഗമെന്നും പറയുന്നു. ഈ മാർഗങ്ങളെല്ലാം നക്ഷത്രമണ്ഡലങ്ങളിലുള്ളവയാണ്. ആകെ 9 വീഥികളുണ്ടത്രേ. അതിലോരോന്നിലും 3 നക്ഷത്രങ്ങളുണ്ട്. ഈ 3 മാർഗങ്ങളിലും ദേവി സ്ഥിതി ചെയ്യുന്നുവെന്ന് പറയുന്നു. ഇതുകൂടാതെ ഈ നാമത്തിൽ ദേവിയെ സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നീ 3 എണ്ണത്തിലും ദേവയാനം, പിതൃയാനം, വിഷ്ണുമാർഗം എന്നിവയിലും ഇട, പിങ്കള, സുഷുമ്ന എന്നീ 3 നാഡികളിലും സ്ഥിതി ചെയ്യുന്നവളെന്ന് വിശേഷിപ്പിക്കുന്നു. സർവാപദ്വിനിവാരണി, എല്ലാ ആപത്തുകളെയും നിവാരണം ചെയ്യുന്നവളാണ് ദേവിയെന്ന് ഒരിക്കൽ കൂടി പറയുന്നു. ആപതി കിം കരണീയം എന്ന ഒരു ചോദ്യത്തിന് ഉത്തരമായി ദേവിയെ ഭജിക്കുക, ആരാധിക്കുക, എന്നാൽ എല്ലാ ആപത്തുകളും ഒഴിഞ്ഞിടുമെന്നാണ് ഉത്തരം പറയുന്നത്. സ്വസ്ഥ, തന്നിൽ തന്നെ സ്ഥിതി ചെയ്യുന്നവളാണ് ദേവിയെന്ന് ഈ നാമത്തിന് അർത്ഥം പറയുന്നു. സ്വർഗത്തിൽ സ്ഥിതി ചെയ്യുന്നവളെന്നും അർത്ഥം കാണാം. ദേവിയാണ് എല്ലാം, ദേവി അല്ലാതെ മറ്റൊന്നുമില്ല എന്നതുകൊണ്ട് ദേവി സ്വസ്ഥ ആണ്. സ്വ എന്നാൽ സ്വർഗം എന്നതുകൊണ്ട് ദേവി സ്വർഗത്തിൻ്റെ രാജ്ഞിയായി വസിക്കുന്നു എന്നും പറയാം. സ്വഭാവമധുര, ദേവിയെ ഇവിടെ സ്വഭാവം കൊണ്ട് സർവരുടെയും മനസ്സിൽ താൽപ്പര്യം തോന്നിക്കുന്നവളെന്ന് വിശേഷിപ്പിക്കുന്നു. മധുരയിൽ മീനാക്ഷിയായിരിക്കുന്നവളെന്നും ഈ നാമത്തെ സ്വ, ഭാവ, മധുര എന്ന് പദം മുറിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ കാണാം. സ്വന്തം ഇരിപ്പിടം മധുര ആണ് എന്ന് കാണാം. ധീര, ധൈര്യശാലിനി, ധീയെ തരുന്നവൾ എന്നൊക്കെ ഈ നാമം കൊണ്ട് വിശേഷിപ്പിക്കുന്നു. അതായത് അദ്വൈത ബുദ്ധിയെ നൽകുന്നവളെന്ന് പറയുന്നു. ധീരസമർച്ചിത, ധീരന്മാരാൽ നല്ലപോലെ അർച്ചിക്കപ്പെടുന്നവളാണ് ദേവിയെന്ന് ഇവിടെ വർണ്ണിക്കുന്നു. 170 ശ്ലോകം. ചൈതന്യാർഘ്യസമാരാധ്യ ചൈതന്യകുസുമപ്രിയ സദോദിത സദാ തുഷ്ട തരുണാദിത്യപാടല. ചൈതന്യാർഘ്യസമാരാധ്യ, അർഘ്യമെന്നാൽ ദശോപചാരങ്ങളിലൊന്ന്. പൂജയ്ക്കായിട്ടുള്ള ജലം, വിലമതിക്കാനാവാത്തത്, ഒരു തരം തേൻ എന്നൊക്കെ അർത്ഥം കാണാം. ചൈതന്യം എന്നാൽ ചിദ്രൂപം. ചൈതന്യം ആത്മാവ് തന്നെയാണ് എന്ന് പറയുന്നു. ചിത്തിനെ തന്നെ അർഘ്യമാക്കി ആരാധിക്കപ്പെടുവാൻ യോഗ്യയായവളാണ് ദേവിയെന്ന് ഇവിടെ പറയുന്നു. അർഘ്യം വളരെ ശ്രേഷ്ഠമായതാണ്. പരിശുദ്ധ ജലത്തെ പാവനമാക്കുന്നതിനായി കറുക, താമരദളം, ചന്ദനം, അക്ഷതം എന്നിവ കലക്കി കൈകൾ ശുദ്ധമാക്കുവാൻ നൽകുന്നതാണ് അർഘ്യം. ആരാധനാ ദേവതയെ ആവാഹിച്ച് ആദ്യമായി പാദപ്രക്ഷാളനത്തിന്, കാലുകൾ കഴുകുന്നതിന് പാദ്യം, അതായത് വെള്ളം സമർപ്പിക്കുന്നു. പിന്നീട് കൈകൾ കഴുകുവാൻ അർഘ്യം നൽകുന്നു. ദേവീപൂജയ്ക്ക് സാമാനാർഘ്യം, വിശേഷാർഘ്യം എന്ന് 2 എണ്ണമുണ്ട്. ജ്ഞാനികൾ മാനസപൂജയ്ക്ക് ചൈതന്യത്തെ തന്നെ അർഘ്യമാക്കി നൽകുന്നുവെന്ന് പറയുന്നു. ചൈതന്യ കുസുമപ്രിയ, ചിത്തമാകുന്ന കുസുമം, അതായത് പുഷ്പം, പ്രിയമായിട്ടുള്ളവളാണ് ദേവിയെന്ന് അർത്ഥമാക്കുന്നു. കവികൾ ജ്ഞാനത്തിനെ പുഷ്പമെന്ന് പറയുന്നു. സദോദിത, ഉദിത എന്നാൽ ഉദിച്ചു നിൽക്കുന്നവളെന്ന് പറയാം. അപ്പോൾ ദേവിയെ ഇവിടെ സദാ, അതായത് എല്ലായ്പ്പോഴും ഉദിച്ചു നിൽക്കുന്നവളെന്ന് വിശേഷിപ്പിക്കുന്നു. അല്ലെങ്കിൽ എല്ലാ സമയവും പ്രകാശമായിരിക്കുന്നവൾ എന്നും പറയാം. സദാ തുഷ്ട, തുഷ്ട എന്നാൽ സന്തോഷമുള്ളവളെന്ന് പറയാം. അതായത് ദേവി എല്ലായ്പ്പോഴും സന്തോഷമുള്ളവളാണ് എന്നർത്ഥം. തരുണാദിത്യ പാടല, തരുണ എന്നാൽ ചെറുപ്പമായ, ബാലനായ എന്നൊക്കെ പറയാം. ബാലസൂര്യനെ പോലെ പാടലവർണ്ണമുള്ളവളെന്നാണ് ഈ നാമം ദേവിയെ വിശേഷിപ്പിക്കുന്നത്. ബാലസൂര്യൻ്റെ ചുവപ്പ് നിറം നിമിഷം തോറും മാറിക്കൊണ്ടിരിക്കും. 171 ശ്ലോകം. ദക്ഷിണാ ദക്ഷിണാരാധ്യാദരസ്മേരമുഖാംബുജ കൗലിനി കേവലാനർഘ്യ കൈവല്യ പദദായിനി. ദക്ഷിണാ ദക്ഷിണാരാധ്യ, ദക്ഷിണവും അദക്ഷിണവുമായ മാർഗങ്ങൾ ആചരിക്കുന്നവരാൽ ആരാധിക്കപ്പെടുവാൻ യോഗ്യയായവളാണ് ദേവിയെന്ന് വിശേഷിപ്പിക്കുന്നു. സമയാചാരപ്രകാരം വൈദിക മാർഗത്തിലും വാമാചാരപ്രകാരം തന്ത്രമാർഗത്തിലും ദേവി ആരാധിക്കപ്പെടാൻ യോഗ്യയായവളാണ് എന്ന് പറയുന്നു. 2 മാർഗങ്ങളിലുള്ള ആരാധനയാലും ദേവി പ്രീതിപ്പെടുന്നു. ദക്ഷിണന്മാർ എന്നാൽ പണ്ഡിതന്മാരെന്നും അദക്ഷിണന്മാർ എന്നാൽ പാമരന്മാരെന്നും അർത്ഥമെടുത്താലും 2 കൂട്ടരാലും ആരാധിക്കപ്പെടുവാൻ യോഗ്യയാണ് ദേവിയെന്ന് കാണാം. അതുകൊണ്ട് ഈ നാമം ദക്ഷിണ ദക്ഷിണാരാധ്യ എന്നല്ല, മറിച്ച് ദക്ഷിണ അദക്ഷിണാരാധ്യ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ദരസ്മേര മുഖാംബുജ, മന്ദസ്മിതത്തോടു കൂടിയുള്ള മുഖമുള്ളവളാണ് ദേവിയെന്ന് അർത്ഥം പറയാം. ദരം എന്നതിന് ശംഖ എന്ന് അർത്ഥമെടുത്താൽ ശംഖ പോലുള്ള കണ്ഠത്തിന്മേൽ പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടിയവളെന്നും പറയാം. ദരമെന്നാൽ ഭയമെന്ന് അർത്ഥമുള്ളതിനാൽ ഭയമുളവാക്കുന്ന സമയത്തും പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടിയവളെന്നും ദേവിയെ വിശേഷിപ്പിക്കാം. ഇതെല്ലാം ദേവിക്ക് ചേർന്നത് തന്നെയാണ്.
കൗളിനി കേവലാനർഘ്യ കൈവല്യപദദായിനി. ഇത് രണ്ട് നാമങ്ങളായി മനസ്സിലാക്കണം. കൗളിനി കേവല അല്ലെങ്കിൽ കൗലിനി കേവല എന്നും അനർഘ്യ കൈവല്യപദദായിനി എന്നും രണ്ടായി. കൗളിനി കേവല അല്ലെങ്കിൽ കൗലിനി കേവല ഒരേ സമയം കൗളിനിയായും കേവലയായും വർത്തിക്കുന്നവളാണ് ദേവി എന്ന് പറയുന്നു. കൗളമാർഗികൾ ദേവിയെ സാകാരമായ ശക്തിസ്വരൂപിണിയായി ആരാധിക്കുന്നു. അവർ സങ്കല്പിക്കുന്ന രൂപത്തോടുകൂടി പൂജ ഏറ്റുവാങ്ങി ദേവി അവരെ അനുഗ്രഹിക്കുന്നു. ജ്ഞാനികൾ നാമമോ രൂപമോ ഇല്ലാതെ ദേവിയെ ജ്ഞാനസ്വരൂപിണിയായി ധ്യാനിക്കുന്നു. അപ്പോൾ ദേവി നിരാകാരമായി വർത്തിക്കുന്നു. ആരാധന സ്വരൂപമായാലും അരൂപമായാലും ദേവി പ്രീതിപ്പെടുന്നു എന്ന് അർത്ഥമാക്കുന്നു. അനർഘ്യ കൈവല്യപദദായിനി, വിലമതിക്കാനാവാത്ത അത്യുത്കൃഷ്ടമായ കൈവല്യപദം തരുന്നവളാണ് ദേവിയെന്ന് വിശേഷിപ്പിക്കുന്നു. കേവലമായതാണ് കൈവല്യം എന്ന് പറയുന്നത്. ദേവി മോക്ഷദായിനിയാണ് എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. 172 ശ്ലോകം. സ്തോത്രപ്രിയാ സ്തുതിമതി ശ്രുതി സംസ്തുത വൈഭവ മനസ്വിനി മാനവതി മഹേശി മംഗളാകൃതി. സ്തോത്രപ്രിയ, സ്തോത്രങ്ങൾ പ്രിയമായിട്ടുള്ളവളാണ് ദേവി എന്ന് പറയുന്നു. സ്തോത്രം 6 വിധമാണ് എന്ന് പറയുന്നു. നമസ്കാരം, ആശിസരുളുക, ദേവതയുടെ അന്തസത്ത എന്ത് എന്ന സിദ്ധാന്തപക്ഷം അവതരിപ്പിക്കുക, പരാക്രമങ്ങൾ വർണ്ണിക്കുക, വിഭൂതികൾ വർണ്ണിക്കുക, ഇവയാണ് 6 ഈ 6 വിധ സ്തോത്രങ്ങളെയും ലളിതാ സഹസ്രനാമത്തിൽ നാമങ്ങളായി പറയുന്നു. ത്രിജഗദ്വന്ദ്യ നാമം 627, സ്വസ്തിമതി 448, മിഥ്യാജഗദധിഷ്ഠാന 735, ഭണ്ഡാസുര നിർമുക്ത ശസ്ത്രപ്രത്യസ്ത്രവർഷിണി 74, ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണി 658, സാമ്രാജ്യദായിനി 692 നാമങ്ങളാണവ. സ്തുതിമതി, സ്തുതിയോട് കൂടിയവളാണ് ദേവിയെന്ന് ഈ നാമത്തിന് അർത്ഥം പറയുന്നു. അനാദികാലം മുതൽ ദേവി സ്തുതിക്കപ്പെടുന്നവളാണ്. ശ്രുതി സംസ്തുത വൈഭവ, വേദങ്ങൾ വേദാംഗങ്ങൾ എന്നിവയാൽ വേണ്ട പോലെ സ്തുതിക്കപ്പെട്ട മാഹാത്മ്യത്തോടു കൂടിയവളാണ് ദേവിയെന്ന് ഈ നാമം കൊണ്ട് വിശേഷിപ്പിക്കുന്നു. ശ്രുതി 4 തരമാണ്. ദേവിയുടെ മാഹാത്മ്യം 4 രീതിയിൽ അറിയപ്പെടുന്നു. ശരീരപുരുഷൻ, ഛന്ദപുരുഷൻ, വേദപുരുഷൻ, മഹാപുരുഷൻ എന്നിവ. അതായത് ദേഹത്തിൽ ചേതനയായി സ്ഥിതി ചെയ്യുന്ന ആത്മാവ്, പ്രണവം, വേദങ്ങൾ, വിരാട് സ്വരൂപം എന്നിവയാണ്. ഇങ്ങനെ 4 വ്യൂഹമാണ് ദേവി. മനസ്വിനി, പ്രശസ്തമായ മനസ്സോടുകൂടിയവളാണ് ദേവിയെന്ന് ഇവിടെ വിശേഷിപ്പിക്കുന്നു. മാനവതി, അഭിമാനിയായവളാണ് ദേവിയെന്ന് അർത്ഥമാക്കുന്നു. മഹേശി, മഹേശൻ്റെ പത്നിയാണ് ദേവിയെന്ന് ഒരിക്കൽ കൂടി പറയുന്നു. മംഗളാകൃതി, ദേവി മംഗളസ്വരൂപിണിയാണെന്ന് ആവർത്തിക്കുന്നു. ദേവീ സ്മരണം കൊണ്ട് ഉപാസകൻ്റെ മനസ്സ് ആനന്ദത്തിൽ ആറാടുന്നു. 172 ശ്ലോകങ്ങളും 933 നാമങ്ങളും കഴിഞ്ഞു. നമുക്ക് ഇനി ഇന്നത്തെ 6 ശ്ലോകങ്ങൾ ചൊല്ലാം. വീരഗോഷ്ഠിപ്രിയ വീര നൈഷ്കർമ്മ്യ നാദരൂപിണി വിജ്ഞാനകലനാ കല്യ വിദഗ്ധ ബൈന്ദവാസന തത്വാധിക തത്വമയി തത്വമർത്ഥസ്വരൂപിണി സാമഗാനപ്രിയ സൗമ്യ സദാശിവ കുടുംബിനി സൗവ്യാപസവ്യമാർഗസ്ഥ സർവാപദ്വിനിവാരിണി സ്വസ്ഥ സ്വഭാവമധുര ധീര ധീരസമർച്ചിത ചൈതന്യാർഘ്യസമാരാധ്യ ചൈതന്യകുസുമപ്രിയ സദോദിത സദാ തുഷ്ട തരുണാദിത്യപാടല ദക്ഷിണാ ദക്ഷിണാരാധ്യ ദരസ്മേരമുഖാംബുജ കൗലിനി കേവലാനർഘ്യ കൈവല്യപദദായിനി സ്തോത്രപ്രിയാ സ്തുതിമതി ശ്രുതി സംസ്തുത വൈഭവ മനസ്വിനി മാനവതി മഹേശി മംഗളാകൃതി. കൂടുതൽ നാമങ്ങൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം.